യൂക്കാരിയോട്ടിക് സെൽ. യൂക്കാരിയോട്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് പ്രോട്ടിസ്റ്റ്, പ്ലാന്റ്സ്, അനിമൽസ്, ഫഞ്ചി. കിങ്ഡം മൊണേറ ഒഴികെ ബാക്കി വരുന്ന 4 കിങ്ഡങ്ങളും യൂക്കാരിയോട്സിൽ പെടുന്നവയാണ്. കിങ്ഡം മൊണേറ വരുന്നത് പ്രോകാരിയോട്സിലാണ്. യൂക്കാരിയോട്സിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. യൂക്കാരിയോട്സിൽ ന്യൂക്ലിയസും ന്യൂക്ലിയർ എൻവലപ്മെൻറ്റും കാണപ്പെടുന്നുണ്ട്. അതിൽ പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലും തമ്മിൽ ചില കാര്യങ്ങളിലൊക്കെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അനിമൽ സെല്ലിൽ സെൽ വാൾസും ബ്ലാസ്റ്റിഡ്സും ലാർജ് സെൻട്രൽ വാക്യൂൾസുകളും ആബ്സെൻ്റ് ആണ്. എന്നാൽ അനിമൽ സെല്ലിൽ സെൻട്രിയോൾസ് കാണപ്പെടുന്നുണ്ട്. പ്ലാന്റ് സെല്ലിൽ അത് കാണപ്പെടുന്നില്ല. സെൽ മെംബ്രെയിന് ലിപ്പിഡ്സ് ആണ് സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്നത്. ലിപ്പിഡ്സുകൾ ബൈ ലെയറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിപ്പിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് പോളാർ ഹെഡും ഹൈഡ്രോഫോബിക് ടെയിലും പ്രസൻസ് ആണ്. ഹൈഡ്രോഫോബിക് ടെയിൽ ഇന്നർ പാർട്ടിലും പോളാർ ഹെഡ് ഔട്ടർ സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. ലിപ്പിഡ് കമ്പോണൻറ്റ് ഓഫ് ദ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫോസ്ഫോഗ്ലിസറൈഡ്സ് ആണ് ലിപ്പിഡിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. സെൽ മെംബ്രെയിനിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും പ്രസൻസ് ആണ്. ഹ്യൂമൻ ബ്ലഡിലെ എറിത്രോസൈറ്റിലെ അതിൻ്റെ മെംബ്രെയിനിൽ 52% പ്രോട്ടീനും 40% ലിപ്പിഡ്സുമാണ് കാണപ്പെടുന്നത്. പ്രോട്ടീൻ്റെ എക്സ്ട്രാക്ഷനെ ബേസ് ചെയ്തിട്ട് പ്രോട്ടീനെ 2 തരം പ്രോട്ടീനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻറ്റഗ്രൽ പ്രോട്ടീനും പെരിഫറൽ പ്രോട്ടീനുമാണ്. പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് മെംബ്രെയിൻ്റെ സർഫേസിൽ ആണ് കാണപ്പെടുന്നത്. എന്നാൽ ഇൻറ്റഗ്രൽ പ്രോട്ടീൻ ആണെങ്കിൽ അത് ടോട്ടലി ഉള്ളിലേക്ക് ബെറി ചെയ്തിട്ടാണ് മെംബ്രെയിനിൽ കാണപ്പെടുന്നത്. ഇൻറ്റഗ്രൽ പ്രോട്ടീൻ കൊളസ്ട്രോൾ, ഷുഗർ, പ്രോട്ടീൻ, ലിപ്പിഡ് ബൈലെയർ, ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. അതിൻ്റെ സിംഗറും നിക്കൽസനുമാണ് ഈ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് സിംഗർ ആൻഡ് നിക്കൽസൺ ആണ്. സെൽ മെംബ്രെയിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലൂയിഡിറ്റി ആണ്. ക്വസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ലിപ്പിഡ്